പ്രീതീസ് മന്ന കിച്ചൻ. നമ്മുടെ ഈ കിച്ചണിലൂടെ പലതരത്തിലുള്ള അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്നിവിടെ വളരെ സ്പെഷ്യലായിട്ട് നമ്മളൊരു അപ്പമാണ് തയ്യാറാക്കുന്നത്. മുട്ട കൊണ്ട് അപ്പം. നമ്മൾ അരിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഈ മുട്ടയപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം. അപ്പം 1 കിലോ പച്ചരി 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്നതാണ് ഇത്. ഈസ്റ്റ് 1 ടീസ്പൂൺ. നമ്മൾ മുട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ കുറുക്കെടുക്കുന്നത് സാധാരണ അപ്പത്തിനുണ്ടാക്കുന്ന കുറുക്കിനെ കഴിഞ്ഞും അളവ് കുറച്ചാണ് എടുക്കുന്നത്. ഇത് ഞാൻ കുറുക്കി വെച്ചിരിക്കുന്നതാണ്. സാധാരണ നമ്മൾ 1 കിലോ അപ്പത്തിന് ഈ തവിക്ക് 3 തവി മാവെടുത്താണ് കുറുക്കുന്നത്. മുട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ തവിക്ക് 2 തവി മാവ് മതിയാവും, അല്ലെങ്കിൽ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു പോകും. മുട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള മുട്ട 1 കിലോയ്ക്ക് 4 മുട്ടയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂൺ തേങ്ങ പാൽപ്പൊടി. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങ പിഴിഞ്ഞ് പാൽ ചേർക്കാവുന്നതാണ്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇത് ഞാൻ ഓൾറെഡി അരി അരച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ അപ്പത്തിന് അരയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് മുട്ടയും കുറുക്കും തേങ്ങാപ്പാൽപ്പൊടിയും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്കതങ്ങനെ അരച്ചെടുക്കാം. ഇതാണ് നമ്മൾ മുട്ടയും കുറുക്കും എല്ലാം കൂടെ അടിച്ചു ചേർത്ത മാവ്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് ചേർക്കാം. നമ്മളിതൊരു തിൻ മിശ്രിതമായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ മാവ് പാത്രത്തിൽ ഒഴിച്ച് കഴിയുമ്പോൾ പാലപ്പത്തിനൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പാത്രത്തിൽ ചുറ്റിച്ചാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ ഇത് പാലപ്പച്ചട്ടിയിലല്ല താനും ഉണ്ടാക്കുന്നത്. നമുക്ക് പാലപ്പത്തിന് ഉണ്ടാക്കുന്നതിലും ഒരല്പം കൂടി ലൂസായിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവും മുട്ടയും ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വളരെ തിന്നായിട്ടുള്ളൊരു ബാറ്ററാണിത്. ഇതുപോലെ വേണം നമ്മൾ മുട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് അരച്ചു വെക്കാൻ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് എല്ലാ സാധനങ്ങളും കൊണ്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് ചേർത്താണ് നമ്മൾ മുട്ടയപ്പത്തിന് വെക്കുന്നത്. ഇനി പിന്നീട് നമ്മളിത് ചുട്ടെടുക്കുന്ന എന്നൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഇത് പൊങ്ങിക്കഴിയുമ്പോൾ. അതുകൊണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി വേണം നമ്മൾ മാവ് പൊങ്ങാനായിട്ട് വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഈസ്റ്റിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ അവേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. മാവ് പുളിച്ച് വരുന്നത് എപ്പോഴാണെന്നുള്ളത്. ഫാസ്റ്റ് ആക്ഷൻ ഡ്രൈഡ് ഈസ്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 to 3 അവേഴ്സിനുള്ളിൽ അപ്പത്തിനുള്ള മാവ് റെഡിയാകും. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നോർമൽ ഈസ്റ്റാണ് എന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ മിനിമം 6 to 8 അവേഴ്സ് എടുക്കും നമ്മുടെ അപ്പത്തിലുള്ള മാവ് റെഡിയായി വരാനായിട്ട്. എപ്പോഴും ഓർക്കുക, നല്ല വാം പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ, വാം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അപ്പം നന്നായിട്ട് പുളിച്ച് പൊന്തി വരത്തുള്ളൂ. അതുപോലെ ഓവനുള്ളവർക്ക് ഓവനകത്ത് വയ്ക്കാം. ഇനി മൈക്രോവേവ് അവൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ച് അവനകത്ത് വെച്ചൊരു 30 സെക്കൻഡ് ചൂടാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാവുന്നതാണ്. അങ്ങനെ വെച്ചാലും അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നതായിരിക്കും. ഇനി നമുക്കിത് മാവ് നന്നായിട്ട് പുളിച്ച് കഴിയുമ്പോൾ ചുട്ടെടുക്കാം. അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. നന്നായി കനം കുറച്ച് പരത്തുക. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പം വെന്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയപ്പമാണ് നമ്മൾ ഈ കാണുന്നത്.
വ്യത്യസ്ത രുചിയുള്ള ഒരു അപ്പമാണ് മുട്ടയപ്പം. മുട്ട ചേർക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട്. അതുപോലെ നമ്മൾ അപ്പം കയ്യിലെടുക്കുമ്പോഴും അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാനിവിടെ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയാണ് അപ്പം ചുട്ടെടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പുളിച്ചതിന് ശേഷം മാത്രമേ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ മുട്ടയുടെ ഉളുമ്പ് നമുക്ക് തോന്നും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി പുളിച്ച് പൊന്തിയ മാവ് കൊണ്ട് മാത്രമേ അപ്പം ഉണ്ടാക്കിയെടുക്കാവുള്ളൂ. അതുപോലെ ഒരുപാട് മുരിച്ച് കളയരുത്. അതിൻ്റെ വെള്ള കളർ മാറുന്നതിന് മുൻപ് തന്നെ നമ്മളത് മറിച്ചിട്ട് അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുട്ട അതിലേക്ക് ചേർന്നിരിക്കുന്നത് കൊണ്ട് കരി ചുവ പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് അറിയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.